ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസ് കൈവരിച്ച മിന്നുന്ന ജയത്തിന്റെ ആഘോഷങ്ങൾ കോൺഗ്രസ് ശക്തമായി തന്നെ തുടരുകയാണ്. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം പക്വമതിയായ ഒരു വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന പരിഗണനയിലും പി.ടി. തോമസിന്റെ ആകസ്മിക നിര്യാണത്തിന്റെ സഹതാപ തരംഗത്തിലും ഉമാ തോമസിന് വിജയം അനായാസമായപ്പോൾ മറുവശത്ത് സ്വതസിദ്ധമായ ധാർഷ്ട്യത്തോടൊപ്പം ജനവിരുദ്ധ നയങ്ങളും തരംതാണ വർഗീയ കളികളുമായി തൃക്കാക്കരക്കാരെ വിഡ്ഢികളാക്കി എളുപ്പമങ്ങ് ജയിച്ച് സെഞ്ചുറി അടിക്കാമെന്ന് കരുതിയ പിണറായിയുടെയും അനുയായികളുടെയും കാലഹരണപ്പെട്ട മാടമ്പരിത്തരത്തെയാണ് അവർ ചെറുത്തു തോൽപ്പിച്ചത്. പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ പഴയ പള്ളുരുത്തി എന്ന തൃക്കാക്കര മണ്ഡലത്തിൽ പി.ടി. തോമസിന്റെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ സീറ്റ് നിലനിർത്തി എന്നത് ഒരു ലോകോത്തര അത്ഭുതമാണെന്നും മുമ്പില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് എന്തോ അതിഭയങ്കരമായ വളർച്ചയുടെ പാതയിലാണെന്നും ഇപ്പോൾ തന്നെ ഇന്ദ്രപ്രസ്ഥത്തെ പിടിച്ചുകുലുക്കി മോദിയെ ചവിട്ടി പുറത്താക്കി ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാമെന്നൊക്കെ പറയാൻ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ ദാസന്മാരായി ജീവിക്കുന്നവരിൽ ചിലർക്കൊക്കെ തോന്നുകയും ആകുന്നത്ര ശക്തിയോടെ അവരത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയാലുടൻ പിരിച്ചുവിട്ടേക്കണം എന്ന നിർദ്ദേശത്തോടെ ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹൂങ് മുൻപോട്ട് വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം കാലഗതികൾക്ക് ശേഷം ഇന്നത്തെ ഇന്ത്യയിൽ ചക്രശ്വാസം വലിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ സകല കോൺഗ്രസുകാരും ആഘോഷങ്ങളുടെ ഇടവേളകളിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇസ്ലാമിക പ്രീണനം കോൺഗ്രസിന്റെയും നയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനറുതി വരുത്താതെ മുമ്പോട്ട് നീങ്ങിയാൽ കേരളത്തിൽ അവശേഷിക്കുന്ന അവരുടെ ജീവനും നിലച്ചുപോയെന്നു വരും. പുറത്ത് ജോ ജോസഫിനെ സഭയുടെ കുഞ്ഞാടെന്ന വ്യാജേന കെട്ടിയിറക്കി തരംതാണ വർഗീയ കളികളുമായി വേഗേന കരപിടിച്ചെടുക്കാമെന്ന് കരുതി കച്ചമുറക്കിയിറങ്ങിയ പിണറായിയുടെയും കൂട്ടരുടെയും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളെ കെട്ടിപ്പൂട്ടി ജോയോടൊപ്പം പടിയിറക്കി വിട്ടത് തൃക്കാക്കരയിലെ ജനങ്ങളുടെ തികഞ്ഞ പ്രബുദ്ധത. കഞ്ഞി കൊടുത്തും കാശു കൊടുത്തും കിറ്റുകൊടുത്തും കെട്ടിപ്പിടിച്ചും CPM-ന് എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താനാവില്ലെന്നതും ഈ തിരഞ്ഞെടുപ്പിലൂടെ തൃക്കാക്കരക്കാർ നൽകിയ ആർജവമുള്ള പ്രഖ്യാപനമാണ്. അതിന്റെ പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പിണറായിയും കൂട്ടരും ഏറ്റുവാങ്ങിയത്. കരുത്തുറ്റ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാവപ്പെട്ടവരെയും കർഷകരെയും ഒപ്പം നിർത്തി കെട്ടിപ്പടുത്ത ഇടതുപക്ഷത്തിന്റെ അടിത്തറയിൽ വിള്ളൽ വീണതിന്റെ കാരണം സാധാരണക്കാരുടെ വികാരങ്ങളെ മാനിക്കാതെയുള്ള ഇസ്ലാമിക പ്രീണനവും തീവ്രവാദ ആഭിമുഖ്യ നിലപാടുകളും തന്നെയാണ്. അന്യമതസ്ഥരെ കൊന്നൊടുക്കുവാനുള്ള വന്യമായ ആവേശത്തോടെ മത തീവ്രവാദികൾ പൊതുനിരത്തുകളിൽ കിടന്ന് അഴിഞ്ഞാടിയപ്പോൾ പോലീസിനും കോടതിക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഹൈവേകളുടെ നിയന്ത്രണം പോലും ഏറ്റെടുത്തുകൊണ്ട് അർമാദിച്ചപ്പോൾ പിണറായിയുടെ ഈ ഭരണം പോലെ ഇത്രയും ഭീകരമായ ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഇടതർ മറന്നുപോയെങ്കിൽ അതൊക്കെ ഒന്ന് ഓർക്കാൻ CPM-ന് കൃത്യമായ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ് തൃക്കാക്കരക്കാർ കരുതി വെച്ചത്. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം LDF-ഉം UDF-ഉം ഒരേ തുവൽ പക്ഷികളാണ്. തീവ്രവാദികൾക്ക് നേരെ അവർ ഇന്ന് വരെ വെച്ചു പുലർത്തിയിട്ടുള്ളത് മൃദു സമീപനം തന്നെയാണ്. പിണറായി ഭരണത്തിലാകട്ടെ അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് മാത്രം. അതുകൊണ്ട് ആ ഏകാധിപത്യ ഭരണത്തിന് ഒരു തടയിടാൻ തൃക്കാക്കരയിലെ ക്രൈസ്തവരും ഉമ എന്ന വ്യക്തിത്വത്തിനൊപ്പം നിന്നിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് PC ജോർജിന്റെ എഫക്റ്റ് തൃക്കാക്കരയിൽ ഏഷ്യയില്ല എന്ന് പോലും പറയാൻ ഇപ്പോൾ ചില മത തീവ്രവാദികൾക്ക് നാവ് പൊന്തിയത്. PC-യുടെ ഇന്നത്തെ നിലപാടും നാളത്തെ നിലപാടും എന്തുമായി കൊള്ളട്ടെ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം PC മുന്നോട്ട് വെച്ചിട്ടുള്ളതെല്ലാം അവരുടെ ആശങ്കകൾ തന്നെയാണ്. അത് ഇന്നത്തെ നിലപാടിൽ നിന്ന് PC പിന്മാറിയാലും സത്യമായി തന്നെ ഇവിടെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് ക്രൈസ്തവരുടെ വിഷയങ്ങൾ മുൻനിർത്തി തൃക്കാക്കരയിൽ ക്രൈസ്തവ സംഘടനകൾ എടുത്ത നിലപാടുകൾ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞ് ചിലർ നടത്തുന്ന പിത്തലാട്ടങ്ങളെ ക്രൈസ്തവർ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. മുസ്ലിം തീവ്ര സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ഇതര മതസ്ഥർക്ക് എതിരെ നടത്തുന്ന നശീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും PC ജോർജ് അടക്കം പലരും പങ്കുവച്ച ആശങ്കകൾ ഇന്നും പച്ച യാഥാർത്ഥ്യങ്ങളായി സമൂഹത്തിൽ നിലനിൽക്കുകയാണ്.
തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി വരുന്ന നാളുകളിൽ മുസ്ലിം സമുദായത്തോട് മാത്രം പ്രീണന രാഷ്ട്രീയം പുലർത്തുന്ന അതേ രീതി തന്നെ കോൺഗ്രസ് തുടരുമോ, അതോ നെഹ്റു വിഭാവനം ചെയ്ത മതേതരത്വത്തിലേക്ക് കോൺഗ്രസ് മടങ്ങുമോ എന്നാണ് ക്രൈസ്തവ സമൂഹത്തിന് അറിയേണ്ടത്. തൃക്കാക്കര തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് SDPIയും പോപ്പുലർ ഫ്രണ്ടും അടക്കം ഒരു വർഗീയ സംഘടനയുടെയും വോട്ട് കോൺഗ്രസിന് വേണ്ട എന്ന് VD സതീശൻ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ വാക്കുകൾ കോൺഗ്രസ് പ്രസിഡന്റ് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ മതേതര സമൂഹം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരും എന്ന് ഉറപ്പാണ്. ചോദ്യം ഇതാണ്: അത്രയും ധീരമായ ഒരു തീരുമാനം ഇനിയും ഉറക്കെ പ്രഖ്യാപിക്കാനും അത് തുടർന്നും പ്രാവർത്തികമാക്കാനുമുള്ള ധീരത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണിക്കുമോ?